എന്താണ് BCA? ഈ കോഴ്സ് ആർക്കൊക്കെ പഠിക്കാം? ഇതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്? ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? +2 എത്ര % ഉണ്ടെങ്കിൽ BCA പഠിക്കാൻ പറ്റൂ? അതുപോലെ ഇത് പഠിച്ചിറങ്ങിയുള്ള ജോലി സാധ്യതകളും അതുപോലെ സാലറി എങ്ങനെയായിരിക്കും? അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അതിനെല്ലാത്തിനും ഉത്തരവായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മലയാളി ഷാജിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കോളേജുകളിൽ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് BCA പഠിക്കാനായി തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. കേരള, തമിഴ്നാട്, കർണാടക സംസ്ഥാനത്തിലേക്കാണ് നിങ്ങൾ BCA 2025 വർഷത്തേക്ക് അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിലേക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. 8072918097. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. BCA ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഫ്യൂച്ചറിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖല ആയതുകൊണ്ട് തന്നെ +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് ഏത് സ്ട്രീം പഠിച്ചവർക്കും മിനിമം 50% മാർക്കിൽ പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സിന് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നല്ല ഹൈ സാലറിയിൽ ഒരുപാട് ആനുകൂല്യങ്ങളോടുകൂടി നല്ല അവസരങ്ങൾ സാധ്യതകളുള്ള മേഖല തന്നെയാണ് IT ഫീൽഡ് എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, റോബോട്ടിക്സ്, ഡാറ്റാ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ് തുടങ്ങിയ ഒരുപാട് ആഡ് ഓൺ സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ BCAയിൽ അവൈലബിൾ ആണ്. TCS, ഇൻഫോസിസ്, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ടാറ്റ തുടങ്ങിയ ഇഷ്ടംപോലെ കമ്പനികൾ IT പ്രൊഫഷണൽസിനെ ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്യാറുണ്ട്. സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, ഇൻറ്റേൺഷിപ്പ്, പ്ലേസ്മെൻറ്റ്, അഡീഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ആഡ് ഓൺ ഇതൊക്കെയാണ് നിങ്ങൾ കോളേജിനെ പറ്റി BCA പഠിക്കാൻ പോകുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. BCA അഥവാ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ സിലബസ് നോക്കുകയാണെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസിനെ അപേക്ഷിച്ച് വളരെ ഈസി ആയ ഒരു സിലബസാണ് BCAക്ക് വരുന്നത്. അതേസമയം BSc കമ്പ്യൂട്ടർ സയൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. C++ തുടങ്ങിയ ബേസിക് ലാംഗ്വേജുകളും ജാവ പോലുള്ള അഡ്വാൻസ്ഡ് ലാംഗ്വേജുകളും HTML, XML, ജാവാസ്ക്രിപ്റ്റ് പോലുള്ള വെബ് ലാംഗ്വേജുകൾ ഉൾപ്പെടുന്നതാണ് BCAയുടെ സിലബസ് എന്ന് പറയുന്നത്. 3 വർഷത്തെ ടോപ്പിക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ വരുന്നത് മാത്തമാറ്റിക്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഡാറ്റാ സ്ട്രക്ചർ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് C++, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ളതാണ്. ഇനി സെക്കൻഡ് ഇയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, പ്രോഗ്രാമിംഗ് ഇൻ ജാവ, വെബ് ടെക്നോളജി, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നതാണ്. ഇനി 3-ാം വർഷം നോക്കിക്കഴിഞ്ഞാൽ അതിൽ 2 എലക്റ്റീവായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതിൽ 1-ാമത്തെ എലക്റ്റീവ് എന്ന് പറയുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നതാണ്. 2-ാമത്തെ എലക്റ്റീവ് എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ടോപ്പിക്സ് ആയിട്ട് തേർഡ് ഇയറിൽ വരുന്നതെന്ന് പറയുന്നത് ഇ-കോമേഴ്സ്, പൈത്തൺ പ്രോഗ്രാമിംഗ്, അതേപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മൾട്ടിമീഡിയ സിസ്റ്റം, അതേപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷുറൻസ് എന്നുള്ളതാണ്. അപ്പോൾ 2025 വർഷത്തേക്ക് കേരള, തമിഴ്നാട്, കർണാടക, ബാംഗ്ലൂർ, മംഗലാപുരം, മൈസൂർ, ചെന്നൈ, കോയമ്പത്തൂർ, സേലം, ഹൈദരാബാദ് ഭാഗത്തേക്കൊക്കെ നിങ്ങൾ സൗത്ത് ഇന്ത്യയിൽ അഡ്മിഷൻ നോക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. 8072918097. ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ഉത്തരവാദിത്തത്തോടുകൂടി നല്ല കോളേജുകളിൽ ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.